ഇതായിണ്ടല്ലേ ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആവും ഇത്. അപ്പുറത്തേക്ക് വെച്ചു. ഇത് കാണുമ്പോ തന്നെ കണ്ട എഗ്ഗിന്റെ ചൂടല്ലേ. അപ്പൊ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നെയ്യ് ഒഴിച്ച് ബട്ടർ ഇടുമ്പോ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ബട്ടറിന്. ഹായ്, ഹലോ, ലിസ് ബീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഗ് പറാത്ത. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവമാണ്. ഇപ്പൊ ഈ പറാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചു പരത്തി മാവ്, ആ ഒരു സംഭവം എന്നല്ല. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അത് മാത്രല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, കറിയൊന്നും വേണ്ട, തന്നെ കഴിക്കാം. വെറുതെ സോസ് കൂട്ടിയായാലും കഴിക്കാൻ പറ്റുന്ന കറി ഉണ്ടെങ്കിൽ സൂപ്പർ ആയി. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. അല്ല, പക്ഷെ ഇത് അതും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണാലോ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. എഗ് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 എഗ്ഗ്, ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞി സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറുതായി അരിഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് മസാലകൾ, അതായത് ഇത്തിരി മുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ്, അതൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോണത് 1 കപ്പ് മൈദ. ഇതിൽ ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടാ. അപ്പൊ ഇത് നമ്മള് സാധാരണ പൊറോട്ട ഉണ്ടാക്കണ പോലെ ലെയർ ആയിട്ടുള്ള പൊറോട്ടയൊന്നല്ല, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്ത റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ ഡിന്നർ ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കറി ഒന്നും കൂട്ടാതെ വെറുതെ സോസിൽ മുക്കിയിട്ട് വെറുതെ കഴിക്കാം. അപ്പൊ നമ്മളിത് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ദോശ തവ നമ്മൾ ചൂടാക്കാൻ പറ്റും. ദോശ തവ ചൂടാകുമ്പോൾ നമുക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിപ്പോ ചൂടായിട്ടുണ്ട് കേട്ടോ നെയ്യ്. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ കേട്ടോ. അപ്പൊ ഒരു മിനിറ്റ് 1.5 മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം. ഒരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിടാം. അപ്പൊ ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ. ഷേപ്പ് നമ്മൾ കുറച്ചും കൂടി കോരി വെച്ച് കഴിഞ്ഞാൽ റൗണ്ടിൽ കിട്ടും. ഇപ്പൊ നമ്മള് ഷേപ്പ് ഒന്നും നോക്കിയില്ല, അങ്ങനെ വെച്ചു. ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആവും ഇത്. അപ്പുറത്തേക്ക് വെച്ചു. ഇത് കാണുമ്പോ തന്നെ കണ്ട എഗ്ഗിന്റെ കണ്ടാ, അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. ചൂടല്ലേ. അപ്പൊ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ നെയ്യ് ഒഴിച്ച് ബട്ടർ ഇടുമ്പോ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ ബട്ടറിന്. പക്ഷെ നമുക്ക് 2 പേർക്ക് അല്ല കുറച്ച് പേർക്ക് മാത്രമാണെങ്കിൽ ഇത് ഓക്കെ കേട്ടോ. എല്ലാവർക്കും കൂടിയിട്ട് കൂട്ടുകുടുംബത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നോക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലും മുട്ടയും പിന്നെ വളരെ കുറച്ച് മൈദയൊക്കെ ആവും. അപ്പൊ 3 പേര് 4 പേരൊക്കെ വരെ ഉണ്ടാക്കാം. നമ്മുടെ ശരീരത്തിന് കുഴപ്പമില്ല. മൈദക്ക് പിന്നെ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. മുടി വെക്കട്ടെ. സംഭവം മുട്ടയ്ക്കുള്ള കാരണം ടേസ്റ്റ് ആണ്. ഇത് പച്ചക്ക് കറി വേണ്ട, കറി വേണ്ട വേണമെങ്കിൽ കഴിക്കാം.
കറി കൂട്ടി വേണം. പിന്നെ ഉച്ചക്ക് ടിഫിനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കുഴപ്പമുണ്ടാവില്ല, അത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഓക്കെ. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കുക. കഴിഞ്ഞ അപ്പൊ ഇത് എന്ത് ചെയ്യണെന്ന് വെച്ചാല് ഇതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് ഇതെന്തായാലും ആർക്ക് കുക്ക് അറിയാം. അല്ല, എല്ലാവർക്കും ചെയ്യാന്ന് വെച്ചാലേ ഞാൻ പറയുന്ന വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുമ്പോ കറി ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ അത്യാവശ്യം ഹെൽത്തിയാണ്. ഇനിയിപ്പോ അതിന് പകരം അല്ല ഗോതമ്പ് പൊടിയെ ഇഷ്ടം അതാണ് തോന്നുന്നത്. അവർക്കും ഇത് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ അതിന് വേണമെങ്കിൽ അപ്പൊ ജിം ഗൈസ് എന്ന് പറഞ്ഞപ്പോ വേറെ കാര്യം ഓർമ്മ വന്നു. ഇനിയിപ്പോ റാഗി വേണമെങ്കിൽ അങ്ങനെ ഇടാം, ഓട്സ് വേണമെങ്കിൽ മാറ്റാം നമുക്കല്ലേ. അത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇതും ആട്ട ഓട്സ് ചൂടാക്കി അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വെറൈറ്റി ഉണ്ടാക്കാം. ആ വെറൈറ്റിയുടെ റിസൾട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയൂ. വണക്കം, വീണ്ടും പാക്കലാം.